ഫ്രണ്ട്സ്, ഇന്ന് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ 10ാം ക്ലാസ്സിലൊരു പ്രോജക്റ്റ് ഇന്ന് കിട്ടി. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഒരുപാടുണ്ട്, അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ജോഗ്രഫി, ഹിസ്റ്ററി, മലയാളം, ഇങ്ങനെ ഈ ഒരുപാട് എസ്സേ ആയിട്ടുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതാനൊക്കെ. അപ്പം അതിൻ്റെ ഒരിതാണ്. അപ്പം എനിക്ക് ഒരു വലിയ വർക്ക് കിട്ടിയായിരുന്നു ജോഗ്രഫിക്ക്. ഇപ്പം ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്തിട്ട് നമുക്കതൊരു ആൽബം ആക്കാനുള്ള പ്രോജക്റ്റായിരുന്നു. അപ്പം അതായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആൽബം. അപ്പം കണ്ടോ, എൻ്റെ റോൾ നമ്പർ 39 ആയിരുന്നു. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലേ, ഞാനാണെങ്കിൽ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് എന്ത് കിട്ടിയാലും അതെല്ലാം ഇതിൽ കളക്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ക്രേസായിരുന്നു ഇതൊക്കെ ചെയ്യാൻ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട സമയത്ത് പ്രോജക്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പത്രത്തിൽ നിന്ന് മാസികയിൽ നിന്നൊക്കെ കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് ആൽബം ഉണ്ടാക്കി. ഇതൊക്കെ നൊസ്റ്റാൾജിക്കാണ്, ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചു. ഇതേപോലെ തന്നെ പ്ലസ് ടുവിലുള്ളത് കൊണ്ട് ഞാൻ അത് വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ ടെസ്റ്റിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ നമ്മളെ ഈ പഠിപ്പുര അതിൽ നിന്നൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പണ്ടൊക്കെ കൂടുതലും ഞാൻ ഒരുപാട് ഐറ്റം പഠിപ്പുരകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വേണ്ട, ഇതൊക്കെ പക്ഷെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്തതാണ്. റോക്സ്, മിനറൽസൊക്കെ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ്. ഇതാണ് എൻ്റെ ജോഗ്രഫി ആൽബം, 10ാം ക്ലാസ്സിലെ പ്രോജക്റ്റ്. കണ്ടോ, നൈസല്ലേ. ഇത് കുറച്ച് ദിവസത്തെ പ്രയത്നമായിരുന്നു. ഇത് അത്യാവശ്യം നല്ല മാർക്കും കിട്ടി എനിക്ക്. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.